ശ്രീ ജെ ആർ പത്മകുമാർ, മോദിയുടെ മൂന്നാം ഊഴം, നെഹ്റുവിന് ശേഷം ഈ രൂപത്തിലെത്തുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം ആ കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന്. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്റെ മൂന്നാം ഊഴത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനപ്പുറം ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നാളെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ്. ഈ ഘട്ടത്തിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് കയറിയത് എന്തുകൊണ്ടായിരിക്കാം? അത് ഇന്ത്യയിലെ ഒരു ജനാധിപത്യ വിശ്വാസിക്കും മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണ് 1975 അടിയന്തരാവസ്ഥ. അതിൻ്റെ ദുരന്തങ്ങൾ ഇന്ന് അന്നത്തെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാർഷിക ദിനത്തിൽ അത് ഓർമ്മിക്കാതെ പോകാൻ കഴിയില്ലല്ലോ. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത ഒരു സാഹചര്യം ദിനം എന്ന് ചോദിച്ചാൽ അത് അടിയന്തരാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെയാണ് അടിയന്തരാവസ്ഥയുടെ വാർഷികം വരുന്നത്, ജൂൺ 25. അതുകൊണ്ട് അദ്ദേഹം അത് ഓർമ്മിച്ചിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും നമ്മളിങ്ങനെ ഓർമ്മിക്കാറുണ്ടല്ലോ. കഴിഞ്ഞ കാല നമ്മുടെ വിഷമിപ്പിച്ചിട്ടുള്ള, അതുപോലെ തന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ കാലഘട്ടത്തിലും ഓർമ്മിക്കും. അപ്പം അത്തരത്തിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ഇരുണ്ട ഒരു കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം. അതും അദ്ദേഹം ഓർമ്മിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ശ്രീ മോഹൻ വർഗീസ്, ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കാനായി അടിയന്തരാവസ്ഥയുടെ തൊട്ട് തലേന്ന് തന്നെ പാർലമെന്റ് സമ്മേളിക്കാൻ തിരഞ്ഞെടുക്കുന്നു, അത് ബോധപൂർവമായി തിരഞ്ഞെടുത്തതാണ് എന്ന നിരീക്ഷണങ്ങളും കൂടി വരുന്നുണ്ട്. ഇന്ന് ആ കാര്യം പറഞ്ഞുകൊണ്ട് മോദി അങ്ങോട്ട് പോകുന്നു. ഇതിപ്പോൾ അതിന് രാഹുൽ മറുപടി നൽകിയത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മോദിയാണ് 50 വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നതെന്നാണ്. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഇവിടെ സ്മൃതി, ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒരുപോലെ തന്നെ ഭരണഘടനയെയും അതിന്റെ സാധ്യതകളെയും തലനാരിഴകി പരിശോധിക്കുന്ന ഒരു രംഗം ഇന്ന് കാണുകയുണ്ടായി. പാർലമെന്റിന്റെ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അതാണ് നമ്മൾ കണ്ടത്. ഇവിടെ പ്രതിപക്ഷത്തെ ആളുകൾ, പ്രതിപക്ഷം വർദ്ധിത വീര്യത്തോടുകൂടി പ്രാവശ്യം എത്തിയിരിക്കുകയാണ്. 234 സീറ്റുകളുമായി. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിപക്ഷം ദുർബലമായിരുന്നു. ഇപ്രാവശ്യത്തെ പ്രതിപക്ഷം എണ്ണം കൊണ്ട് സമ്പുഷ്ടമാണ്. സ്വാഭാവികമായി അവർക്കൊരു പാർലമെന്റിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ കഴിയും. അവരിൽ മിക്ക ആളുകളും തങ്ങളുടെ സത്യപ്രതിജ്ഞാ വേളയിൽ തന്നെ ഭരണഘടനയുടെ ചെറു കോപ്പികൾ കൈവശം വെച്ചിരുന്നു എന്നത് ഒരു പുതുമയായി കാണാം. അപ്പൊ ഇവിടുത്തെ താരം ഭരണഘടന തന്നെയാണ്. എന്നാൽ ഭരണപക്ഷം അതിനെ ആക്രമിച്ചത് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനം നാളെ വരുന്നു. അത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന, ഇന്ത്യയിൽ ആകപ്പാടെ ഒരിക്കൽ മാത്രം സംഭവിച്ച ആ ഒരു കടത്ത നാളുകൾ. അപ്പൊ ഈ രണ്ട് പക്ഷവും ഭരണഘടനയെ തൊട്ടാണ് ഇടുന്ന ആ ഒരു കാഴ്ച കൗതുകകരമായ ഒരു കാഴ്ചയാണ്. ജനാധിപത്യത്തിന് കുളിരുകോരിയിടുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇവിടെ നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണകാലത്ത് ഭരണഘടനാ മൂല്യങ്ങൾ ചവിട്ടിമെതിക്കപ്പെട്ടു. അതിൽ പ്രധാനമായി ഏറ്റവും അവസാനത്തെ മൂല്യം എന്ന് പറയുന്നത് ഭരണഘടനയിൽ നേരിട്ട് ഇല്ല എങ്കിലും പ്രതിപക്ഷ ബഹുമാനം എന്ന ഒരു മൂല്യം, അത് ജനാധിപത്യ മൂല്യമാണ്. അതിൽ ഭരണഘടനയിൽ അന്തർലീനമാണ്. അവിടെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് യാതൊരു രീതിയിലുള്ള കോംപ്രമൈസും ഇല്ല. അവിടെ ഭരണകക്ഷിയുടെ ആൾ തന്നെയാണ് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത്, ശരിയാണ്. അല്ലെങ്കിൽ ഭരണ മുന്നണിയുടെ ആളാണ്. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്, അതിനൊരു ഭരണഘടനാപരമായ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണഘടനയിൽ നേരിട്ട് പറയുന്നില്ല. പ്രതിപക്ഷത്തെ ഒരാളായിരിക്കണം ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നില്ല. പക്ഷേ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിലെ കീഴ്വഴക്കങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതൊരു കീഴ്വഴക്കമാണെന്ന് ഓർക്കണം. ജനാധിപത്യം നിലനിൽക്കുന്നത് നിയമങ്ങൾ മൂലം മാത്രമല്ല, ഭരണഘടന കൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരു മൂല്യാധിഷ്ഠിതമായ ഒരു പൊതുപ്രവർത്തനം. അത് വരുമ്പോൾ സ്വാഭാവികമായി UPA സർക്കാർ 2004 മുതൽ 14 വരെ ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗിന്റെ 1-2 സർക്കാരുകൾ ആ സമയത്ത് പ്രതിപക്ഷത്തിന് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു സ്പീക്കർ സ്ഥാനം.
എന്നാൽ ആ ഒരു മര്യാദ കഴിഞ്ഞ 10 വർഷമായി കാട്ടിയില്ല. വേണമെങ്കിൽ പറയാം, ഒരു മുഖ്യ പ്രതിപക്ഷത്തെ സൃഷ്ടിക്കാനുള്ള നമ്പർ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനില്ല. 543 അംഗങ്ങളുടെ 10% ഇല്ലാതെ പോയതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് പോലും, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഔപചാരികമായില്ല. അപ്പൊ ഇവിടെ ഒരു പക്ഷേ ഭരണപക്ഷം ഇപ്പോൾ ഔപചാരികതകൾക്ക് മാത്രമാണ് സ്ഥാനം നൽകുന്നത്. അനൗപചാരികമായ എന്നാൽ വളരെ ആരോഗ്യപരമായ ജനാധിപത്യ കീഴ്വഴക്കങ്ങൾ, അതും ഭരണഘടനാ മൂല്യമാണ്, അന്തർലീനമായിരിക്കുന്ന ഭരണഘടനാ മൂല്യം തന്നെയാണ്. അപ്പൊ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത് കേവലം ഒരു ആചാരം മാത്രമാണ്. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം സ്വാഭാവികമായി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിർവഹിക്കണം. അതാണല്ലോ പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത്. അത് 8 പ്രാവശ്യം പാർലമെന്റിലെത്തിയ, ലോക്സഭയിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷ് എന്ന കേരളത്തിലെ MP ആണ്, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമാണ്. അദ്ദേഹത്തിന് അവസരം നൽകാതെ 7 പ്രാവശ്യം എത്തിയ ഒരു ഒറീസയിലെ ഒരു MP ഭർത്തൃഹരി, അപ്പോൾ അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കർ ആക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി പ്രതിപക്ഷം വിട്ടു നിന്നുകൊണ്ടാണ്, അതായത് ആ പാനലിൽ നിന്ന് തന്നെ ഇന്ത്യ മുന്നണിയിലെ 3 MP-മാരുണ്ടായിരുന്നു. ഈ 3 പേരും അവരവരുടെ പേരുകൾ വിളിച്ചപ്പോൾ അവരവരെ ആ സ്ഥാനത്തേക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവതാത സ്ഥാനങ്ങളിൽ തന്നെ ഇരുന്നു. അപ്പൊ ഇവിടെ ഒരു നിസ്സഹകരണത്തിന്റെ ഒരു അന്തരീക്ഷം 1-ാം ദിവസം തന്നെ കണ്ടു. അപ്പൊ ഒന്ന്, ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള കാര്യം; 2, ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും എല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് MP-മാരെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചത്. അതുമാത്രമല്ല, 2 പേർ, BJP-യുടെ 2 പേർ, അതിൽ ഒന്ന് ഒരാൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് നിതിൻ ഗഡ്കരിയെ ഹർഷാരവത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും വളരെയധികം സന്തോഷത്തോടുകൂടി ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് വളരെ ആഘോഷമായി അതിനെ കാണുന്നു. അതുപോലെ തന്നെ മറ്റൊരു, അപ്പൊ ഈ 2 MP-മാരുടെ BJP-യുടെ ഭാഗത്തു നിന്നുള്ള 2 പേരെ പ്രത്യേകമായി തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു സന്ദേശം കൊടുക്കുകയാണ്. എല്ലാ മന്ത്രിമാരും ഒരുപോലെയല്ല. ജനകീയ അടിത്തറയുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനം കാട്ടുന്നവരെ ഞങ്ങൾ വേറിട്ട് കാണുന്നു എന്ന ഒരു സന്ദേശം കൂടി ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ കൊടുക്കുന്നു. അതുകൊണ്ട് അനുകൂലമായ ചില കാര്യങ്ങൾ നന്മ ചെയ്താൽ പ്രതിപക്ഷം ക്രിയാത്മകമായി കൂടെ നിൽക്കും. എന്നാൽ ജനാധിപത്യത്തെ ഹനിക്കുന്ന, ഭരണഘടനാ തത്വങ്ങളെ അട്ടിമറിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന ഒന്നാന്തരം ഒരു നിലപാടാണ് പ്രതിപക്ഷം എടുത്തത്. പക്ഷെ ഭരണപക്ഷം എടുത്ത നിലപാടെന്ന് പറയുന്നത് തീർച്ചയായും കാലാകാലങ്ങളിൽ എടുത്തതുപോലെ തന്നെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന, പ്രതിരോധത്തിലാക്കാനൊക്കുന്ന അടിയന്തരാവസ്ഥ പോലെയുള്ള വിഷയങ്ങൾ എടുത്തിടുമ്പോൾ സ്വാഭാവികമായി അതിന് പ്രതിരോധമില്ല. ഇന്ത്യയിൽ ഒരിക്കൽ മാത്രമേ ആർട്ടിക്കിൾ 352 അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി അത് ഇന്നത്തെ ഇന്ത്യ മുന്നണിയുടെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ അന്നത്തെ സമുന്നത നേതാവായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി 75-ൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അതിന്റെ 50-ാം വാർഷികമാണ് നാളെ. അപ്പൊ അവിടെ അതുകൊണ്ട് 2 പക്ഷത്ത് നിന്നുകൊണ്ടും പ്രത്യാക്രമണങ്ങൾ വന്ന ഒരു ദിവസമായിരുന്നു കടന്നുപോയത്. അതുകൊണ്ട് വരാനിരിക്കുന്ന പൊടിപ്പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു ഇന്ന് സംഭവിച്ചത് എന്നാണ് സ്മൃതി എനിക്ക് പറയാനുള്ളത്. Debate with Smriti Parthikad.